രാഹുൽ ഗാന്ധിയുടെ 10 വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് ഔദ്യോഗികമായി ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുകയാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും ആകെ അംഗബലത്തിന്റെ 10% സീറ്റെന്ന നിബന്ധന മറികടക്കാൻ പ്രതിപക്ഷ നിരയിൽ ഒരു പാർട്ടിക്കും കഴിയാത്തതിനാലാണ് പ്രതിപക്ഷ നേതൃത്വ പദവി ആർക്കും നൽകാതിരുന്നത്. എന്നാൽ ഇത്തവണ 99 സീറ്റുകൾ നേടിയ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പദവി ഔദ്യോഗികമായി നേടിയെടുക്കുകയും ചെയ്തു. ഏറെ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ മറ്റ് പാർട്ടികളുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് തിരഞ്ഞെടുത്തത്. രാഹുൽ ഗാന്ധിക്ക് ഭരണഘടനാപരമായി ലഭിക്കുന്ന ആദ്യ സ്ഥാനം കൂടിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം. ഇടതുപക്ഷത്തായി മുൻനിരയിൽ ഒരു ഇരിപ്പിടമായിരിക്കും പ്രതിപക്ഷ നേതാവിന് ലഭിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറെ ഇന്ന് ചാരലിലേക്ക് കൊണ്ടുപോയതുപോലെ നടപടിക്രമങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് പ്രത്യേക സ്ഥാനം ലഭിക്കും. രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുന്ന സമയത്തും മുൻനിരയിൽ തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പദവിയിലെത്തുന്ന ഗാന്ധി കുടുംബത്തിലെ 3ാമത്തെ അംഗം കൂടിയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് കൂടിയായിരുന്ന രാജീവ് ഗാന്ധി 1989-90 കാലഘട്ടത്തിൽ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗാന്ധി കുടുംബത്തിലെ ആദ്യ അംഗമായിരുന്നു. അമ്മ സോണിയാഗാന്ധി 1999 മുതൽ 2004 വരെ ഈ ഭരണഘടനാ പദവി വഹിച്ചിട്ടുമുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണ ഇല്ലാതെ സർക്കാരിന് പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3-അംഗ പാനലിൽ ഇനി രാഹുൽ ഗാന്ധിയും ഉണ്ടാകും. 3ാമത്തെ അംഗമായ കേന്ദ്ര ക്യാബിനറ്റ് അംഗത്തെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നതിനാൽ സർക്കാർ തീരുമാനത്തിനായിരിക്കും മുൻഗണന. എന്നിരുന്നാലും BJPക്ക് തനിച്ച് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ മറ്റ് 2 അംഗങ്ങൾക്കും അവരുടെ തീരുമാനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനും സാധിക്കില്ല. CBI, ED, CVC തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ മേധാവികളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ അംഗമെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ അധികാരങ്ങളും ഉണ്ടായിരിക്കും. 3-അംഗ സമിതിയെ പ്രധാനമന്ത്രി മോദി നയിക്കും. ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കും 3ാമത്തെ പ്രതിനിധി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയും ശമ്പളവും അലവൻസുകളും ലഭിക്കും. 3 ലക്ഷം രൂപയായിരിക്കും ശമ്പളം. MP എന്ന നിലയിൽ 1 ലക്ഷം രൂപയായിരുന്നു അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിരുന്നത്. ക്യാബിനറ്റ് മന്ത്രിയുടെ തലത്തിലുള്ള സുരക്ഷയും അദ്ദേഹത്തിന് ലഭിക്കും. ഇതിൽ Z കാറ്റഗറി സുരക്ഷയും ഉൾപ്പെട്ടേക്കാം. ഒരു ക്യാബിനറ്റ് മന്ത്രിയുടേതിന് സമാനമായ സർക്കാർ ബംഗ്ലാവും ഇനി മുതൽ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും.